ഹായ് സ്റ്റുഡൻസ്, നിങ്ങൾ പുതിയതായിട്ട് നിങ്ങൾക്ക് 8ാം ക്ലാസ്സിലെ സയൻസിന് ടെക്സ്റ്റ് ബുക്ക് കിട്ടിയപ്പോൾ അതൊന്ന് മറിച്ച് നോക്കിയിരുന്നോ? നിങ്ങൾ അതിൽ ഏതൊക്കെയാ ചാപ്റ്റേഴ്സ് ഉള്ളത്, എന്തൊക്കെയാ പഠിക്കാൻ പോകുന്നതെന്ന് നിങ്ങളൊന്ന് നോക്കിയിരുന്നോ? അറ്റ്ലീസ്റ്റ് ചിലപ്പോൾ നിങ്ങൾക്ക് പാർട്ട് 1 ടെക്സ്റ്റ് എങ്കിലും കിട്ടിയിട്ടുണ്ടാവും അല്ലേ? അപ്പൊ നമ്മൾ ഒരു പുതിയ ക്ലാസ്സിലോട്ട് പോകുമ്പോൾ ആ ചാപ്റ്ററിൽ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നത് എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റ് നമുക്ക് ഉണ്ടാവണം. ഓക്കെ, അതില്ലാന്നുണ്ടെങ്കിലാണ് പഠനം കുറച്ചും കൂടി ബോറിംഗ് ആയിട്ട് നിങ്ങൾക്ക് തോന്നാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ഉണ്ടാവാൻ പാടില്ല. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മറിച്ച് നോക്കാം. ജസ്റ്റ് ഞാൻ പറയുന്നത് എൻറ്റയർലി വേർഡ് ബൈ വേർഡ് വായിച്ചു നോക്കണം എന്നല്ല, ജസ്റ്റ് ഒന്ന് സ്കിം ചെയ്ത് നോക്കുക എന്തൊക്കെയാണ് ഈ ചാപ്റ്റർ ഉള്ളത്. നമ്മൾ 1ാം ക്ലാസ്സിലൊക്കെ നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും, നിങ്ങൾ 1ാം ക്ലാസ്സിലൊക്കെ കയറുമ്പോൾ അല്ലെങ്കിൽ LKG കയറുമ്പോൾ നമുക്ക് ആ പുതിയ ടെക്സ്റ്റ് ബുക്ക് കിട്ടുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് അല്ലേ? എന്തൊക്കെയാ അതിൽ പഠിപ്പിക്കാൻ പോകുന്നത്, അതിൽ പിക്ചേഴ്സ്, ഓക്കെ, ഓരോ കാര്യങ്ങളും നമ്മൾ ജസ്റ്റ് നല്ലോണം ഒബ്സർവ് ചെയ്തിരുന്നു അല്ലേ? പക്ഷെ ഇപ്പൊ നമുക്ക് ഒരു എക്സൈറ്റ്മെന്റ് ചിലപ്പോൾ ഉണ്ടാന്ന് ചോദിച്ചാൽ പല ആൾക്കാർക്കും ഉണ്ടാവില്ല. പക്ഷെ അത് വിടാൻ പാടില്ല. അന്ന് നമ്മൾ പിക്ചേഴ്സ് ആയിരുന്നു കോൺസെൻട്രേറ്റ് ചെയ്തിരുന്നുണ്ടെങ്കിൽ ഇപ്പൊ നിങ്ങളൊരു സയൻസ് ബുക്ക് കിട്ടിയാൽ നിങ്ങൾക്ക് എക്സ്പെരിമെന്റ്സ് നോക്കാം, അല്ലെങ്കിൽ പിക്ചേഴ്സ് തന്നെ നോക്കാം. ഓക്കെ, പിക്ചേഴ്സ് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എന്തൊക്കെയാണ് പഠിപ്പിക്കാൻ പോകുന്നത്. ഒരു മാഗ്നറ്റിന്റെ പിക്ചർ, മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസിന്റെ പിക്ചർ, പ്രഷർ, ലിക്വിഡിന്റെ പ്രഷറിനെ പറ്റിയുള്ള കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന പിക്ചർ, പുതിയ ഉപകരണങ്ങളെ, മിറേഴ്സ്, ഫിസിക്സിന്റെ കേസ് ആണെങ്കിൽ, ബയോളജി ആണെങ്കിൽ സെല്ല് ഡിവൈഡ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ജസ്റ്റ് മറിച്ച് നോക്കിയാൽ മനസ്സിലാവും ഇതൊക്കെയാണ് ഞാൻ പഠിക്കാൻ പോകുന്നത് എന്ന്. ഓക്കെ, അപ്പൊ നിങ്ങൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആവും. നിങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കി, സെല്ല് എങ്ങനെയാണ് ഡിവൈഡ് ചെയ്യുന്നത്, നമ്മൾ എങ്ങനെ വളരുന്നത്, നമ്മൾ എങ്ങനെ എവല്യൂഷൻ നടന്നിട്ടുള്ളത്, ഇതൊക്കെയാണ് ബയോളജി പഠിക്കാൻ പോകുന്നത്. കെമിസ്ട്രിയിലെ ആസിഡ്സ്, ബേസ്, ഈ ആസിഡും ബേസും തമ്മിലുള്ള റിയാക്ഷൻസ്, ഓക്കെ, മെറ്റൽസ്, നോൺ മെറ്റൽസ്, റിയാക്ഷൻസിന്റെ ചേഞ്ചസ്, ഇതൊക്കെ നിങ്ങൾക്ക് കേൾക്കാൻ അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോഴേ ഒന്ന് ഇമാജിൻ ചെയ്താൽ നിങ്ങൾ കുറച്ചും കൂടി എക്സൈറ്റഡ് ആവും. ചിലപ്പോൾ അത് നിങ്ങളെ ക്ലാസ്സിൽ കുറച്ചും കൂടി കോൺസെൻട്രേറ്റഡ് ചെയ്ത് ശ്രദ്ധിക്കാൻ നിങ്ങളെ ഹെൽപ്പ് ചെയ്യും എന്നുള്ളതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇതുവരെ മറിച്ച് നോക്കിയില്ല എന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറിച്ച് നോക്കിയിട്ടുണ്ട് എന്നുണ്ടെങ്കിലും ഒന്ന് നമ്മളെ ചാപ്റ്റേഴ്സിലൂടെയൊക്കെ ഒന്ന് കടന്നു പോകാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെയാണ് നമ്മള് വാട്ട് ആർ യു ഗോയിങ് ടു എക്സ്പ്ലോർ ഇൻ ക്ലാസ് 8 സയൻസ്, അതിനെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് നോക്കാം. ഓക്കെ, ആദ്യം ഫിസിക്സ് ആണ് എടുക്കുന്നത്. ഞാനിവിടെ എക്സാൻവയിൽ ഫിസിക്സ് ഫാക്കൽറ്റിയാണ്. സ്വാഭാവികമായിട്ടും എൻ്റെ ഒരു ഇൻട്രസ്റ്റ് കുറച്ചും കൂടി ഇൻക്ലൈൻഡ് ആയിട്ടിരിക്കുക ഫിസിക്സിലോട്ടാണ്. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ കെമിസ്ട്രി, ബയോളജി നോക്കും. ഓക്കെ, സോ ഫിസിക്സിൽ ഏതൊക്കെ ചാപ്റ്റർ? ഫിസിക്സിൽ ആദ്യം തന്നെ കുറെ ആൾക്കാർക്ക് ബോറിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ്. വളരെ ഈസിയാണ്, പക്ഷെ കുറച്ച് ബോറിംഗ് ആണെന്ന് പറയും. പക്ഷെ ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള ചാപ്റ്ററാണ്. നമ്മൾ പഠിക്കാൻ പോകുന്ന അല്ലെങ്കിൽ നമ്മൾ കാണുന്ന ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, ലെങ്ത്, മാസ്, ടെമ്പറേച്ചർ, ടൈം, ഇതിനെ പറ്റിയൊക്കെ അല്ലെങ്കിൽ ഇതിന്റെ യൂണിറ്റ്സുകളെ പറ്റി, ഇതിന്റെ കൺവേർഷനൊക്കെ പഠിക്കുന്നത്. ഇത് പല ചാപ്റ്റേഴ്സിലെ പല സബ്ജക്ട്സിൽ നമുക്ക് യൂസ്ഫുൾ ആണ്. ഓക്കെ, അപ്പൊ ഇതൊരു ഫണ്ടമെന്റൽ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മൾ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളോട്ട് വരും. മോഷൻ ആൻഡ് ഫോഴ്സ്. നിങ്ങൾ ന്യൂട്ടൺസ് ലോസ് ഓഫ് മോഷൻ ഒക്കെ കേട്ടിട്ടുണ്ടാവും അല്ലെ? ഐസക് ന്യൂട്ടൺ ഒക്കെ നമ്മൾ പരിചയപ്പെടാൻ പോകണം. മോഷൻ, വെലോസിറ്റി, സ്പീഡ്, ടൈം. ഓക്കെ, സ്പീഡ് എന്താണ് നമ്മൾ പലപ്പോഴും കണ്ടു. സ്പീഡ് കൂട്ടി പോവാ, ഫാസ്റ്റ് ആയിട്ട് പോവാം, മെല്ലെ പോവാം. ഫിസിക്സിൽ അല്ലെങ്കിൽ സയന്റിഫിക്കലി എങ്ങനെയാണ് നമ്മൾ സ്പീഡിനെ ഡിഫൈൻ ചെയ്യാം, എന്താണ് സ്പീഡ് നമുക്ക് നമ്മൾ മനസ്സിലാക്കാൻ പോവാണേ. പിന്നെ നമ്മൾ കുറച്ചും കൂടി മോർ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളോട് പോകും. പ്രഷർ. ഓക്കെ, ഒരു കാറിനെ നമ്മൾ എങ്ങനെ ലിഫ്റ്റ് ചെയ്യുക, ചെറിയ ഫോഴ്സ് ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് കാറിനെ ലിഫ്റ്റ് ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ നിങ്ങൾ ഈ ചാപ്റ്റർ പഠിച്ചു കഴിയുമ്പോൾ ചെറിയൊരു ഫോഴ്സ് ഉപയോഗിച്ചിട്ട് ഹെവി ആയിട്ടുള്ള ഒരു കല്ല് നിങ്ങൾക്ക് ലിഫ്റ്റ് ചെയ്യാനേ പറ്റും. അത് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിന് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ പാസ്കൽസ് ലോ, ഓക്കെ, വളരെ ഫേമസ് ആയിട്ടുള്ള ബ്ലേസ് പാസ്കലിന്റെ പേരിലുള്ള ലോ ആണത്. അതൊക്കെ വെച്ചിട്ട് നമ്മൾ പല എക്സ്പെരിമെന്റ്സ് ഡിസൈൻ ചെയ്യാം. ഫ്ലൂയിഡ് പ്രഷർ, ലിക്വിഡ് പ്രഷറിനെ പറ്റി പഠിക്കും, ഗ്യാസ് പ്രഷറിനെ പറ്റി പഠിക്കും. മൗണ്ടനേഴ്സ്, നിങ്ങൾ കേട്ടണം ഹിമാലയത്തിലൊക്കെ കയറുന്ന അല്ലെങ്കിൽ മൗണ്ട് എവറസ്റ്റിന്റെ മുകളിലൊക്കെ കയറുന്ന മൗണ്ടനേഴ്സ് പിന്നിൽ ഒരു ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യുന്നുണ്ടാവും. അപ്പൊ ഈ ഹൈറ്റ് കൂടുമ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് ഇങ്ങനെ ഈ ഓക്സിജൻ സിലിണ്ടർ ക്യാരി ചെയ്യേണ്ട ആവശ്യം എന്താ? അവിടെയും ഭൂമി തന്നെയല്ലേ, അതിന്റെ മുകളിൽ ഭൂമി തന്നെയല്ലേ, അവിടെ എന്തുകൊണ്ട് ഓക്സിജൻ കുറയുന്നോ? അതെല്ലാം നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. പ്രഷർ ഒരു അടിപൊളി ചാപ്റ്റർ ആണ്. ഓക്കെ, ഈ കാര്യങ്ങളൊക്കെ തന്നെ ഇതിന്റെ ഒരു അഡ്വാൻസ്ഡ് ലെവലാണ് നമ്മൾ ഇനി വരാൻ പോകുന്ന ക്ലാസ്സുകൾ പഠിക്കുന്നത്. 9, 10, +1, +2 ഡിഗ്രിയിലൊക്കെ ഈ കാര്യങ്ങളൊക്കെ തന്നെ പഠിക്കുന്നത് കുറച്ച് അഡ്വാൻസ് ലെവലില്. ഓക്കെ, ഇനി അടുത്ത ചാപ്റ്ററോ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. നിങ്ങൾ ഈ കുട്ടിയുടെ പിക്ചർ നോക്കേ, കുട്ടി ഏതോ ഒരു സ്ഫിയറിൽ, മെറ്റൽ സ്ഫിയർ ഇങ്ങനെ തൊട്ട് നോക്കിയപ്പോ കുട്ടീനെ മുടി ഇങ്ങനെ പൊങ്ങി കിടക്കുന്നേ. മിസ്റ്റർ ബീന്റെ ചില കാർട്ടൂണോ അല്ലെങ്കിൽ എപ്പിസോഡ്സ് ഒക്കെ കണ്ടവർക്ക് ഈ ഒരു കാര്യം എന്താണെന്ന് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അങ്ങനത്തെ കാര്യങ്ങൾ, സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി, ചാർജുകളുടെ ഫ്ലോ, ഇലക്ട്രോൺ ഒരു സ്ഥലത്ത് നിന്ന് അങ്ങോട്ട് ഫ്ലോ ചെയ്യുന്നു.
അതിനെ പറ്റിയൊക്കെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. ഓക്കെ, വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ. ഇടിമിന്നൽ എങ്ങനെ ഉണ്ടാവുന്നത്, ഇടിമിന്നൽ നമ്മളെങ്ങനെ രക്ഷപ്പെടാം, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത്. സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റി. അടുത്തത് മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി ആണ്. മാഗ്നറ്റിസം എല്ലാവർക്കും ഇഷ്ടമാണല്ലേ, മാഗ്നറ്റിക് കാന്തങ്ങൾ. അപ്പൊ ഈ കാന്തങ്ങൾ എങ്ങനെയാ വർക്ക് ചെയ്യുന്നത്, അതിന്റെ മാഗ്നറ്റിക് ഫീൽഡ് ലൈൻസ് കാന്തത്തിന്റെ കാര്യങ്ങൾ, അതിന്റെ ഫീച്ചേഴ്സ്, ഒരു ഇലക്ട്രിസിറ്റി യൂസ് ചെയ്തിട്ട് നമുക്ക് എങ്ങനെ കാന്തം ഉണ്ടാക്കാം, രണ്ട് കാന്തങ്ങൾ ഉപയോഗിച്ചിട്ട് എങ്ങനെ കാന്തം ഉണ്ടാക്കാം, ഭൂമിയുടെ കാന്തികത, ഭൂമിന്റെ ഉള്ളിൽ ഒരു കാന്തമുള്ള പോലെയാണ് ആക്ട് ചെയ്യുന്നത്, അത് നിങ്ങൾക്ക് അറിയോ, അത് നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കും. ഓക്കെ, സോ മാഗ്നറ്റിസം ആൻഡ് ഇലക്ട്രിസിറ്റി. പിന്നെ നമ്മൾ ലാസ്റ്റ് ഫിസിക്സിലെ മിറേഴ്സിനെ പറ്റി പഠിക്കും, അല്ലെങ്കിൽ സ്ഫെറിക്കൽ മിറേഴ്സ്, ഗോളീയ ദർപ്പണങ്ങളൊക്കെ എന്നൊക്കെ മലയാളം മീഡിയത്തിലുള്ള പറയും. ഓക്കെ, സോ ചില മിറേഴ്സ് നിങ്ങൾ കണ്ടുണ്ടാവും, ചെറിയ ഇമേജസ് അത് തരാം, നിങ്ങളുടെ വീട്ടിലെ ഷെൽഫിലുള്ള ഇമേജസ്, അതോ നിങ്ങൾ സെയിം സൈസിലുള്ള ഇമേജസ് കിട്ടുക. ചില മിറേഴ്സ് നിങ്ങളെക്കാളും വലിയ ഇമേജസ് തരുന്ന മിറേഴ്സ് ഉണ്ടാവും അല്ലേ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ്, എന്തുകൊണ്ട് ചില സ്ഥലത്ത് വലിയ ഇമേജ് ഉണ്ടാവുന്നു, ചില സ്ഥലത്ത് ചെറിയ ഇമേജ് ഉണ്ടാവുന്നു, എന്തുകൊണ്ട് ചില സ്ഥലത്ത് സെയിം സൈസിലെ ഇമേജ് ഉണ്ടാവുന്നു, അതൊക്കെ നമ്മൾ പഠിക്കാൻ പോകുന്നത് സ്ഫെറിക്കൽ മിറേഴ്സ് എന്നുള്ള ചാപ്റ്ററിലാണ്. ഓക്കെ, ഒപ്റ്റിക്സ് എന്നാണ് നമ്മൾ ഫിസിക്സിന് പറയാം. ഓക്കെ, അപ്പൊ ഫിസിക്സ് അത്രയേ ഉള്ളൂ, പക്ഷേ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ആണ്. യു വിൽ എൻജോയ് ദിസ്. ഓക്കെ, സോ ഇനി നമ്മൾ മെല്ലെ കെമിസ്ട്രി ബയോളജിയിലോട്ട് പോയി നോക്കാം. ബയോളജിയിൽ എന്തൊക്കെയാണ് പഠിക്കുന്നത്? ബയോളജി പല ആൾക്കാർ കാണാൻ പഠിക്കുന്ന ഒരു സബ്ജക്ട്, അങ്ങനെയല്ല. ഓക്കെ, ബയോളജി കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആണ്. ഓക്കെ, നമ്മുടെ ചുറ്റുള്ള കാര്യങ്ങളാണ് നമ്മളെ ബയോളജി, ലൈഫിനെ പറ്റിയൊക്കെയാണ് പഠിക്കുന്നത്. കൾട്ടിവേറ്റ് ആൻഡ് റീകാപ്പ് ഗുഡ്നസ്, അഗ്രികൾച്ചറിനെ പറ്റിയൊക്കെയാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്നത്. ബയോളജിയിലെ ഒരു ഫസ്റ്റ് ചാപ്റ്റർ ആണ്, ഒരു ജനറൽ ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. എന്തൊക്കെയാ പറയുന്നത്, കേരളാസ് ഫാമിംഗ് ഹെറിറ്റേജ്, ഇന്റഗ്രേറ്റഡ് ആൻഡ് ഓർഗാനിക് മെത്തേഡ്സ്. ഓക്കെ, കുറച്ചും കൂടി ജനറൽ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. കൃഷിയെ പറ്റിയൊക്കെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള കുട്ടികൾക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്. പിന്നെ നമ്മുടെ ഒറിജിൻ ഓഫ് ലൈഫ്, എങ്ങനെയാണ് ഭൂമിയിൽ ലൈഫ് ഉണ്ടായത് എന്നാ പറയുന്നത്. അപ്പോൾ വളരെ ഫേമസ് ആയിട്ടുള്ള മില്ലേഴ്സ് എക്സ്പെരിമെന്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞിട്ട് ഇവിടെ പഠിക്കും. ഓക്കെ, അപ്പോൾ ഒറിജിൻ ഓഫ് ലൈഫ്, മോളിക്യൂൾസ് ടു ലിവിങ് തിങ്സ്, ഒന്നില്ലാത്ത സ്ഥലത്ത് നിന്ന് എങ്ങനെയാണ് ഇത്രയും വലിയൊരു ഭൂമിയും അതിലെ ഈ ജീവജാലങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായത് നമ്മൾ പഠിക്കും. അപ്പോൾ എക്സ്പെരിമെന്റലി എന്താണ് ഒരു ഭൂമിയൊക്കെ നമ്മൾ സൃഷ്ടിച്ചിട്ട്, അല്ലെങ്കിൽ എന്താണ് ഒന്നും ഇല്ലാത്ത സ്ഥലത്ത് നമ്മൾ ഭൂമി, ബയോമോളിക്യൂൾസ്, സെൽസ് ഒക്കെ ഉണ്ടാക്കാൻ നമ്മൾ ശ്രമിച്ചു തുടങ്ങുന്ന ഒരു ചാപ്റ്ററാണ് ഒറിജിൻ ഓഫ് ലൈഫ്. ഓക്കെ, ഇവിടെ ഒപ്പാരിൻ ഹാൽഡേൻ ഹൈപ്പോത്തിസിസ്, യൂറി മില്ലർ എവല്യൂഷൻ പ്രൂഫ്, കുറച്ച് എക്സ്പീരിയൻസ്, ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ്. സെൽ ആൻഡ് സെൽ ക്ലസ്റ്റേഴ്സ്, സെൽസിനെ പറ്റി ചിലപ്പോൾ ചെറിയൊരു ഐഡിയ ഉണ്ടാവും. ബയോളജിക്കൽ ലൈഫിൽ ഏറ്റവും ചെറിയ യൂണിറ്റ്, അതായത് ഇപ്പൊ കയ്യിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മളിങ്ങനെ മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാലേ കുറേ സെൽസ് ഉണ്ടാവും. ആ സെൽസിലെ കാര്യങ്ങൾ, ഓരോ സെല്ലിലും എന്ത് നടക്കുന്നു, അതിലൊരു ന്യൂക്ലിയസ്, ഓക്കെ, അതിലൊരു മൈറ്റോകോൺട്രിയ, എൻഡോപ്ലാസ്മിക് റെക്ട്യൂലം, ഇതിനൊക്കെ ഡ്യൂട്ടീസ് അല്ലെ, ഓരോ ഡ്യൂട്ടീസ് ഒക്കെ നമ്മളെ ബ്യൂട്ടിഫുൾ ആയിട്ട് പഠിക്കുന്ന. പ്ലാന്റ് സെൽസ്, അനിമൽ സെൽസ് തമ്മിലുള്ള ഡിഫറൻസസ്, ബാക്ടീരിയയും നമ്മളെ സെൽസും തമ്മിലുള്ള ഡിഫറൻസസ്. നിങ്ങൾ സ്കൂളുകളിൽ മൈക്രോസ്കോപ്പ് ഒക്കെ അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ ഈ ചാപ്റ്റർ കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിരിക്കും. നിങ്ങൾക്ക് മൈക്രോസ്കോപ്പിലൊക്കെ നിങ്ങളെ സെൽസ് ഒക്കെ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ പ്ലസ് വണ്ണിലെ ഉറപ്പായിട്ടും എന്ത് ചെയ്യും, നമ്മൾ ചീക്ക് സെൽസ് ഒക്കെ എടുത്തിട്ട് ഒബ്സർവ് ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് ശരിക്കും കാണാൻ പറ്റും. ഓക്കെ, സോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്റർ. പിന്നെ നമ്മൾ ട്രീ ഓഫ് ലൈഫ്, ക്ലാസിഫിക്കേഷൻ ആണ് ഈ ചാപ്റ്റർ. അതായത് അനിമൽസും ഹ്യൂമൻസും, അതൊരു ക്ലാസിഫിക്കേഷൻ അല്ലേ. അതുപോലെ ബയോളജിക്കലി നമ്മൾ ക്ലാസിഫൈ ചെയ്യും. മാമൽസ് നിങ്ങൾ കേട്ടോ അല്ലെ, പ്ലാന്റ്സ്, അനിമൽസ് ആദ്യം ക്ലാസിഫൈ ചെയ്യും. പിന്നെ അനിമൽസ് തന്നെ ഒരുപാട് ക്ലാസിഫിക്കേഷൻ. ഓക്കെ, അപ്പൊ അതാണ് ഇത്. എന്താണ്, കുറെ ജീവികളൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അല്ലെ, ഫിഷസ് ഒരു വേറൊരു ടീമാണ്, മൊള്ളുസ്ക, ഓക്കെ, അങ്ങനത്തെ കുറെ ആൾക്കാർ അല്ലെ. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷന്, ജീവികളെ പറ്റിയൊക്കെ ഇഷ്ടമുള്ള ആൾക്കാർക്ക്, ഇഷ്ടമില്ലാത്ത ആരും ഉണ്ടാവില്ല അല്ലെ, അങ്ങനത്തെ ആൾക്കാർക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ചാപ്റ്റർ. ഓക്കെ, കുറച്ച് കാര്യങ്ങൾ എന്ത് ഉണ്ടാവും, കാണാതെ പഠിക്കാനുണ്ടാവും, പക്ഷെ അത് നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് വായിക്കുമ്പോൾ നിങ്ങളെ മനസ്സിലോട്ട് ഓടി വരുന്ന കാര്യങ്ങളാണ്. ബ്യൂട്ടി ഓഫ് ഡൈവേഴ്സിറ്റി, ഇതായിരിക്കും കുറെ ആൾക്കാർക്ക് ഇഷ്ടമുള്ള ചാപ്റ്റർ, എല്ലാവർക്കും ഇഷ്ടമുള്ള ചാപ്റ്റർ ആയിരിക്കും. ബയോഡൈവേഴ്സിറ്റിനെ പറ്റിയാണ് പഠിക്കുന്നത്. അതായത് നമ്മളെ എക്കോസിസ്റ്റം, എക്കോളജി, അതിൽ ജീവിക്കുന്ന ജീവികള്, ഓക്കെ, അവരുടെ ഇമ്പോർട്ടൻസ്, അതിലൊരു ജീവി ഇല്ലാതായാലും എന്താ സംഭവിക്കാൻ പോകുന്നത്, കേരള കുറച്ചും കൂടി സ്പെസിഫിക് ആയിട്ട് കേരളാസ് ഡൈവേഴ്സ് ഹാബിറ്റ്സ്, പ്രൊട്ടക്ഷൻ ഓഫ് എൻഡേഞ്ചേർഡ് സ്പീഷീസ്, എക്കോസിസ്റ്റം ബാലൻസ് ആൻഡ് വാല്യൂസ്, ഇതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്കോളജിയിൽ ഒരു ബേസ് തരുന്ന ഒരു ചാപ്റ്റർ ആണ് ഇത്. ഓക്കെ, പിന്നെ സെൽസ് ടു ഡോട്ടർ സെൽസ്, ഇതാ ഞാൻ നേരത്തെ പറഞ്ഞ സെല്ല് ഡിവൈഡ് ചെയ്യുന്നത്. നമ്മൾ നേരത്തെ ഒരു സെല്ല് പറഞ്ഞു, ആ സെല്ല് ഇങ്ങനെ ഡിവൈഡ് ചെയ്ത് എങ്ങനെയാണ് നമ്മൾ വളരുന്നത് എന്ന് പറയുന്ന ഒരു ചാപ്റ്റർ ആണ്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ചാപ്റ്റർ. ഓക്കെ,
ഓക്കെ, ഇനി നമ്മൾ കെമിസ്ട്രിയിലെ ചാപ്റ്റേഴ്സ് ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ബയോളജി പറഞ്ഞു, ഫിസിക്സ് പറഞ്ഞു, ഇനി കെമിസ്ട്രിയിലാണ്. ഓക്കെ, എന്തൊക്കെയാണ് കെമിസ്ട്രിയിൽ പഠിക്കാൻ പോകുന്നത്? കെമിസ്ട്രി ഓഫ് ചേഞ്ചസ്, ഫിസിക്കൽ ആൻഡ് കെമിക്കൽ ട്രാൻസ്ഫോർമേഷൻസ്, എക്സോതെർമിക് ആൻഡ് എൻഡോതെർമിക് എനർജി. ചില റിയാക്ഷൻസ് നമുക്ക് ഹീറ്റ് പുറത്തോക്കി വിടുന്നുണ്ട്, ചില റിയാക്ഷൻസിന് ഹീറ്റ് കൊടുക്കണം എന്നാലേ റിയാക്ഷൻ നടക്കുള്ളൂ. അങ്ങനത്തെ റിയാക്ഷൻസിന്റെ പറ്റി കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നത്. പിന്നെയോ എലമെന്റ്സ് ആൻഡ് കോമ്പൗണ്ട്സ്, കെമിസ്ട്രിന്റെ ബേസ്, അതായത് പീരിയോഡിക് ടേബിൾ, അതിലെ എലമെന്റ്സ്, അത് ചേർന്നുണ്ടാവുന്ന കോമ്പൗണ്ട്സ്, അതിനെ പറ്റിയൊക്കെ പഠിക്കുന്ന ഒരു ചാപ്റ്റർ. ആറ്റത്തിനെ പറ്റി, കെമിക്കൽ ഫോർമുലാസ് ആൻഡ് വാലൻസ്, ഇൻട്രൊഡക്ഷൻ ടു ദ പീരിയോഡിക് ടേബിൾ. ആറ്റം അല്ലെ, ഏറ്റവും ചെറിയ യൂണിറ്റ് ആറ്റം. അപ്പൊ ആറ്റത്തിനെ പറ്റി, ആറ്റത്തിന്റെ പ്രോട്ടോൺ, ന്യൂട്രോൺ, ഇലക്ട്രോൺ, ഓക്കെ, ബേസിക് ചാപ്റ്റർ. പിന്നെയോ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ്, മെറ്റൽസും നോൺ മെറ്റൽസും തമ്മിലുള്ള വ്യത്യാസം, ഓക്കെ, അതിന്റെ ഉപയോഗങ്ങളൊക്കെ നമ്മൾ പഠിക്കുന്ന ചാപ്റ്റർ. ആസിഡ്സ്, ബേസസ്, സോൾട്സ്. ആസിഡ് എന്താണ്, ബേസ് എന്താണെന്ന് നിങ്ങൾക്ക് അറിയുന്നതാണ് അല്ലെ. ഓക്കെ, അപ്പൊ ആസിഡ്സിനെ പറ്റി കൂടുതൽ, pH സ്കെയിലിനെ പറ്റി കൂടുതൽ, ന്യൂട്രലൈസേഷൻ റിയാക്ഷൻസിനെ പറ്റി. ഓക്കെ, യു വിൽ എൻജോയ് ദിസ് ചാപ്റ്റർ. ഓക്കെ, അടുത്തതോ വാട്ടറിനെ പറ്റി. എന്താ വാട്ടറിനെ പറ്റി കൂടുതൽ പഠിക്കാനേ? വെള്ളമല്ല അത് അല്ല, വെള്ളത്തിൽ തന്നെ സോഫ്റ്റ് വാട്ടർ, ഹാർഡ് വാട്ടർ. ഓക്കെ, എല്ലാ വാട്ടറും നമുക്ക് ഒരുപോലെയാണോ? അങ്ങ് ശരിക്കും അങ്ങനെയല്ല. ചില വാട്ടറിൽ പെട്ടെന്ന് സോപ്പ് പതിയും, ചില വാട്ടറിൽ എന്തുണ്ടാവില്ല, സോപ്പ് അങ്ങനെ പെട്ടെന്ന് പതിവില്ല. അപ്പൊ അത് തമ്മിലുള്ള വ്യത്യാസം എന്താ? ഇതിലുണ്ടാവുന്ന കോമ്പൗണ്ട്സ് ഏതൊക്കെയാണ്, എപ്പോഴാണ് ഇതിന്റെ ഹാർഡ്നെസ് കൂടുന്നത്, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. വാട്ടറിന്റെ സ്ട്രക്ചർ, H2O അല്ലെ. അപ്പൊ ആ H2O എങ്ങനെയെങ്കിലും ആണോ, O2 ഏതെങ്കിലും ഭാഗത്തോ, H എവിടെയെങ്കിലും, അങ്ങനെയല്ല, അതിനൊരു പ്രത്യേക സ്ട്രക്ചർ ഉണ്ട്. ഓക്കെ, എങ്ങനെയാണോ ഇങ്ങനെയാണോ കിടക്കുന്നത്, അതെല്ലാം നിങ്ങൾ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ. പിന്നെ കെമിസ്ട്രി ഓഫ് മാറ്റർ, ഇത് വളരെ ഈസി ആയിട്ടൊരു ചാപ്റ്റർ ആയിരിക്കും. ഫേസ് ചേഞ്ചുകളെ പറ്റി, അറേഞ്ച്മെന്റ് ഓഫ് പാർട്ടിക്കിൾസിനെ പറ്റി, സോളിഡ്സിലെ, ലിക്വിഡ്സിലെ, ഗ്യാസിലൊക്കെ എങ്ങനെയാണ് നമ്മളെ മോളിക്യൂൾസ് എടുക്കുന്നതെന്നൊക്കെ പറയുന്ന ഒരു ചാപ്റ്റർ. ഓക്കെ, അപ്പൊ ഇതാണ് നിങ്ങൾ സയൻസിൽ പഠിക്കാൻ പോകുന്നത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ബുക്കായിരിക്കും. നിങ്ങൾ അത് ആ ഒരു സെൻസിൽ പഠിക്കാം. ഓക്കെ, ഇതെല്ലാം കൂടി പഠിച്ചു തീർക്കണമല്ലോ എന്ന് വിചാരിക്കാതെ, ഇതൊക്കെ പഠിച്ചാലേ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ അറിയാം. ഓക്കെ, ഇത് പരീക്ഷയ്ക്ക് ഉപകാരപ്പെടും ഓഫ് കോഴ്സ്. അതല്ലാതെ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് അറിയണം. ഓക്കെ, അല്ലാതെ വെറുതെ കാണാതെ പഠിച്ചാല് നിങ്ങൾക്ക് സബ്ജക്റ്റിൽ ഇൻട്രസ്റ്റും പോകും, എക്സാമിന് മാർക്ക് കിട്ടൂല, പിന്നീട് നിങ്ങൾക്ക് പഠിക്കുന്നത് ഭാരമായിട്ട് തോന്നും. അപ്പൊ അങ്ങനെ കരുതാതെ ഇത് കുറച്ചും കൂടി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് കാണാം. ഓക്കെ, നിങ്ങളൊരു ചാപ്റ്റർ പഠിക്കുമ്പോൾ യൂട്യൂബിലൊക്കെ നോക്കുക. ഇപ്പൊ സെല്ല് പഠിക്കുമ്പോൾ സെൽ സ്ട്രക്ചറിനെ പറ്റി കൂടുതൽ യൂട്യൂബിൽ സെർച്ച് ചെയ്താല് എന്ത് ചെയ്യുന്നുണ്ടോ, പല എക്സ്പെരിമെന്റ്സ്, മൈക്രോസ്കോപ്പ് നിങ്ങൾ സ്കൂളിൽ നിന്ന് കാണിച്ചു തന്നില്ല എന്നുണ്ടെങ്കിൽ പല ആൾക്കാരും മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെയാണ് സെൽസ് ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾക്ക് കാണിച്ചു തരും. ഓക്കെ, ഒരു ബാക്ടീരിയ, വൈറസ്, ഫംഗസ്, ഇതൊക്കെ എങ്ങനെയാണ് മൈക്രോസ്കോപ്പിലൂടെ നോക്കിയാൽ എങ്ങനെയാണ് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട്, വളരെ എക്സൈറ്റ്മെന്റ്, ആ എക്സൈറ്റ്മെന്റ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഈ കൊല്ലം കംപ്ലീറ്റ് ചെയ്യാം. നിങ്ങൾ വിചാരിക്കുന്ന എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും നിങ്ങൾക്ക് നല്ല മാർക്ക് കിട്ടട്ടെ, അല്ലെങ്കിൽ ആ സ്കോളർഷിപ്സ് ഒക്കെ കിട്ടട്ടെ. ഓക്കെ, കണ്ടിന്യൂ യുവർ എഫേർട്ട്. ഓൾ ദി ബെസ്റ്റ്.